നമസ്കാരം മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രമേഹവും ആശങ്കകളും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സൺറൈസ് ഹോസ്പിറ്റലിലെ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ പ്രവീണാണ് മൈ ഡോക്ടറിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഒരു പ്രമേഹരോഗം ഇപ്പോൾ ഒന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് ഇന്ത്യയിലെ ഒരു അവസ്ഥ എന്താണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പ്രമേഹം കൂടുതലായിട്ട് വരികയാണ്. ഇന്ത്യ നമുക്കെല്ലാം അറിയാം, ഇന്ത്യയിലെ ജനസംഖ്യ വേൾഡിലെ 2ാമത്തെ സ്ഥാനത്താണ്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പ്രമേഹ രോഗികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും. ചൈനയുടെ തൊട്ട് താഴെയാണ് ഇന്ത്യ ഇരിക്കുന്നത്. അതുകൂടാതെ എല്ലാ സ്ഥലത്തും പുരോഗതി ഉള്ളതുപോലെ പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെയുള്ളൊരു കണക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ 2000 ആണ്ടിൽ ഏകദേശം 30 മില്യണോളം ആൾക്കാർ പ്രമേഹ രോഗികളായിരുന്ന സ്ഥലത്ത് 2013 കണക്കനുസരിച്ച് 62 മില്യൺ, അതായത് ഏകദേശം 6-6.5 കോടി ആൾക്കാർ പ്രമേഹ രോഗികളാണ്. അതായത് 6-7% ആൾക്കാർ പ്രമേഹ രോഗികളാണ്. ഈ കണക്ക് കൂടാതെ നമ്മൾ കേരളത്തിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും വളരെ കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രമേഹ രോഗികളുടെ ഏകദേശം 10-12%. ഒരു വീട്ടിലൊരു പ്രമേഹ രോഗി, 1-2 പ്രമേഹ രോഗികൾ എന്ന കണക്കിനാണ് പ്രമേഹം ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വിഷയം പറഞ്ഞ പോലെ തന്നെ, അതായത് പ്രമേഹവും ആശങ്കകളും, വളരെയധികം ആശങ്ക തന്നെ ഉണ്ടാകും ഒരു പ്രമേഹ രോഗിക്ക്. ഇപ്പോൾ ഈ ഒരു നിയന്ത്രിക്കാനാവാത്ത ഒരു പ്രമേഹം എത്രത്തോളം ഗുരുതരമായിരിക്കും അതിൻ്റെ ഒരു പ്രത്യാഘാതം? ആക്ച്വലി പ്രമേഹം പലപ്പോഴും ഈ പ്രമേഹത്തിൻ്റെ തുടക്കം നമ്മൾക്കറിയില്ല, എപ്പോഴും തുടങ്ങിയെന്നറിയില്ല. കാരണം ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയുള്ളൂ. കുറേ നാൾ ഈ പ്രമേഹം വളരെ സൈലൻ്റായിട്ട് ശരീരത്തിലുണ്ടാവും. ഷുഗർ ലെവൽ വളരെ ചെറിയൊരു ലെവലിൽ മാത്രം കൂടിയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് വേറെ ക്ഷീണമോ ദാഹം കൂടുതൽ, വിശപ്പ് കൂടുതൽ അങ്ങനെയൊന്നും കാണില്ല. അത് കാരണം യൂഷ്വലി നമ്മൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾക്കൊന്നും വിധേയമാകില്ല. പക്ഷേ ഒരു 4-5 കൊല്ലം ഇങ്ങനെ സൈലൻ്റായിരിക്കുന്ന പ്രമേഹം ചിലപ്പോൾ ക്ഷീണം കാരണം ഒന്ന് നോക്കുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് വളരെയധികം ശരീരത്തിൽ പ്രമേഹം പുരോഗമിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുക പ്രമേഹം മൂലമുള്ള കോംപ്ലിക്കേഷൻസ്. കുറേ കാലം പ്രമേഹം ഇരുന്നാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അപ്പോൾ തന്നെ തുടങ്ങി കാണും. മനസ്സിലായില്ലേ? അപ്പോൾ പ്രമേഹം നിയന്ത്രിക്കേണ്ടതിൻ്റെ അവസ്ഥ അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വരുന്നത് സൈലൻ്റ് ആയിരിക്കും. നമ്മളറിയാതെ കോംപ്ലിക്കേഷൻസ് എല്ലാ സ്ഥലത്തും, കണ്ണുകളിൽ, കിഡ്നിയിൽ, നെർവ്സിൽ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ കാലുകളിൽ കോംപ്ലിക്കേഷൻസ് വരാം. എല്ലാ അവയവങ്ങളെയും ഈ കോംപ്ലിക്കേഷൻസ്, ഈ സങ്കീർണതകൾ എഫക്റ്റ് ചെയ്യും. നമുക്കൊരു കോളുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ. പറഞ്ഞോളൂ. പ്രമേഹം തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി, ഒരു 5-6 വർഷങ്ങളായി. ഈ പ്രമേഹം ഹാർട്ട് അറ്റാക്കും തമ്മിൽ ബന്ധമുണ്ടോ പറയാൻ? അതെ, പ്രമേഹ രോഗികൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതിൻ്റെ കൂടെ നമ്മൾ സ്മോക്കിംഗ്, അതുപോലെ എക്സസൈസ് ഇല്ലായ്മ, പിന്നെ ബ്ലഡ് പ്രഷർ കൂടുതൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത 10 മടങ്ങാണ്. ശരിക്കും പ്രമേഹ രോഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയ പോലെ ആണ് ഉള്ളത്. അതായത് അറ്റാക്ക് വരാനുള്ള സാധ്യത സാധാരണ ഉള്ള ആൾക്കാരെക്കാളും ഒരു 3 മടങ്ങെങ്കിലും കൂടുതലാണ് പ്രമേഹ രോഗികൾക്ക്. അപ്പോൾ പ്രമേഹം നല്ലവണ്ണം നിയന്ത്രിച്ച് കൊണ്ടുപോകണം. അതുകൂടാതെ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇങ്ങനെയുള്ള ഹാബിറ്റ്സുകളൊക്കെ മാറ്റി വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെയധികമാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ അവയവങ്ങളെയാണ് പ്രധാനമായിട്ടും പ്രമേഹ രോഗം ബാധിക്കുക എന്നുള്ളത്. ഈ ഒരു ചോദ്യം ഇപ്പോൾ വന്ന ഒരു കോളർ ചോദിച്ചതനുസരിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു സംശയം ഇത് തന്നെ, നമ്മുടെ ഇന്നത്തെ ഒരു സംശയം തന്നെയാണ്. ഇത് ഈ ഹൃദ്രോഗവും പ്രമേഹവും തമ്മിലുള്ള ഒരു ബന്ധം അതെങ്ങനെ വിശദീകരിക്കും? ആക്ച്വലി പ്രമേഹ രോഗികളിൽ നമ്മൾ നിയന്ത്രിക്കാനാവാതെ പ്രമേഹമാണെങ്കിൽ ഇത് രക്തക്കുഴലുകളെയാണ് മുഖ്യമായിട്ടും ബാധിക്കുന്നത്. അപ്പോൾ രക്തക്കുഴലുകളിൽ ഈ പ്രമേഹം കാരണം ചേഞ്ചസ് വന്ന് ചെറിയ രക്തക്കുഴലുകൾ ബ്ലോക്ക് ഉണ്ടാവാനും, പിന്നെ പ്രമേഹ രോഗികളിൽ കൊളസ്ട്രോളിൻ്റെ അതും കൂടി ഉണ്ടെങ്കിൽ രണ്ടും കൂടി ചേർന്ന് നമുക്ക് വലിയ രക്തക്കുഴലുകൾ ബ്ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ വലിയ രക്തക്കുഴലുകളുടെ ബ്ലോക്ക് മൂലമാണ് നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്
എന്നീ കാര്യങ്ങളുണ്ടാകുന്നു. അതുപോലെ കാലുകളിലേക്കുള്ള രക്തോട്ടം നിന്ന് പോവുക, അപ്പോൾ കാല് മുറിച്ച് കളയേണ്ട അവസ്ഥ വരിക, ഇതൊക്കെ ഈ വലിയ രക്തക്കുഴലുകൾ ബ്ലോക്ക് ആവുന്ന മൂലമാണ്. ഇത് പ്രമേഹ രോഗികളിൽ സാധാരണ പ്രമേഹം ഇല്ലാത്തവരെക്കാളും ഒരു 3 മടങ്ങിലധികം കൂടുതൽ ചാൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ള രക്തക്കുഴലുകളുടെ ബ്ലോക്കുകൾ വരാനുള്ള സാധ്യത. പിന്നെ നമുക്കൊരു പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ കണ്ണ്. ഈ ഒരു കണ്ണിനെ ബാധിച്ചാൽ ഇതെങ്ങനെയാണ് അറിയാൻ കഴിയുക? ആക്ച്വലി കണ്ണ് അതിൻ്റെ കാര്യങ്ങൾ ഈ പ്രമേഹം നിയന്ത്രിക്കാത്ത പ്രമേഹം കുറേ കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കൂടുതൽ വരാം. ഒരു കോളുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ ഡോക്ടർ, ഞാൻ ഷാജിയാണ്, തിരുവല്ലായിന്നാണ്. പറയൂ ഷാജി. ഡോക്ടർ, എനിക്ക് ഇപ്പം 1 വർഷത്തോളമായി ഷുഗർ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ കുറഞ്ഞ് അങ്ങ് പോകണേ. ഇങ്ങനെ കുറഞ്ഞു പോവുകയാണോ? ഇങ്ങനെ മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്നൊന്നും കഴിക്കുന്നില്ല. ഞാൻ ഒരു ജോലി കഴിഞ്ഞ് ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്ത് വന്നപ്പോൾ 2 സൈഡിൽ കൂടെ കണ്ണിന്റെ 2 സൈഡിൽ ഇരുട്ട് പോലെ വന്നു കഴിഞ്ഞപ്പോ നിഴല് പോലെ അങ്ങ് മൊത്തം കാഴ്ച പൂർണ്ണമായിട്ട് മങ്ങിക്കഴിഞ്ഞപ്പോ എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. അപ്പൊ ആ സമയത്ത് വയറിനകത്ത് അങ്ങ് ഇരിച്ചതുപോലെ പരവേശം പോലെ വന്നു. ഞാൻ ഉടനെ കഞ്ഞി കുടിച്ചപ്പോഴത്തേക്ക് എന്നിട്ടും ആ ഒരു അസ്വസ്ഥത മാറിയില്ല. അപ്പം പിന്നെ പെട്ടെന്ന് ഇച്ചിരി പഞ്ചസാര വാരി തിന്നു, ഉപ്പ് എല്ലാം കൂടെ തിന്നു നോക്കി. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ കണ്ണിന്റെ ഇരുട്ട് അങ്ങ് മാറി. പക്ഷെ ആ ഒരു സമയം കൊണ്ട് ഡോക്ടർ എനിക്ക് വയറിനകത്ത് അങ്ങ് ഭയങ്കര ഇരിച്ചില്ല. ഒരു 3-4 മാസം അങ്ങ് ഇരിച്ചില്ല. പിന്നെ ആ ഒരു ഭയമായി പോയി. അപ്പൊ ഈ നമ്മുടെ ഷുഗർ നോക്കുന്ന ആ വിഷയം വെച്ച് ഞാൻ എപ്പോഴും നോക്കും. ഇച്ചിരി ആഹാരം കഴിച്ചിട്ട് നോക്കുമ്പോ ഇങ്ങനെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. എത്രത്തോളം കുറയുന്നുണ്ട് അത്? ഞാൻ രാവിലെ അതായത് ബാത്റൂമിൽ പോയിച്ച് വന്ന് നോക്കിക്കഴിഞ്ഞാല് ആ സമയം കൊണ്ട് 60-ന്ന് താഴോട്ട് പോകും. ഓക്കെ. അപ്പൊ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല? നിങ്ങൾ പ്രമേഹ രോഗി ആയിരുന്നില്ല? അല്ലല്ല, എനിക്ക് പ്രമേഹം ഇല്ല. എന്റെ ഫാദറിനൊക്കെ ഷുഗർ വന്നാണ് കൂടുതലായിട്ട് 600 വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വിശദമായ ഒരു പരിശോധന ആവശ്യമാണ്. ഈ ഷുഗർ കുറഞ്ഞു പോകുന്ന പലതരം കാരണം കൊണ്ടുണ്ടാവാം. ഒന്ന്, നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടുതലുണ്ടാവുന്ന ഒരു കണ്ടീഷൻ, വളരെ റെയറായിട്ടുള്ളൊരു കണ്ടീഷനാണത്, ഇൻസുലിനോമ എന്ന കണ്ടീഷൻ. ആ ഇൻസുലിനോമ ഉള്ള ആൾക്കാരിൽ ഇൻസുലിൻ്റെ അളവും ഇൻസുലിൻ്റെ ആക്ഷനും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഷുഗർ വളരെയധികം കുറഞ്ഞു പോകും, 30-40 ആ ലെവലിലൊക്കെ എത്തും. അല്ലാതെ ആൾക്കാരിൽ ഈ ഷുഗർ വരാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. അതായത് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഇൻസുലിൻ സെക്രീഷൻ വരും. പക്ഷേ ആഹാരം തീർന്നു കഴിയുമ്പോൾ ഇൻസുലിൻ പിന്നെയും ബാക്കിയിരിക്കുന്നതുകൊണ്ട് ഷുഗർ കുറച്ച് കുറയും. പക്ഷേ അത് ഒരുപാട് കുറയുന്ന ഒരു അവസ്ഥ, അതുപോലെ ഫാസ്റ്റിങ്ങിലെ ബ്ലഡ് ഷുഗർ ഒരുപാട് താഴേക്ക് വരുന്ന അവസ്ഥയൊന്നും ഈ റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയയിൽ കാണില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ശരിക്കും വിശദമായ ഒരു പരിശോധന നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രമേഹം കണ്ണുകളെ ബാധിച്ചാൽ എങ്ങനെയായിരിക്കും? കണ്ണുകൾ, അനിയന്ത്രിത പ്രമേഹം ഞാൻ നേരത്തെ പറഞ്ഞു, രക്തക്കുഴലുകളിൽ ചേഞ്ചസ് വരുത്തും. അപ്പോൾ ചെറിയ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വന്നിട്ട് അത് ഒരു ബലൂണിങ് എഫക്റ്റ് വരും. ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വെള്ളം പോകുന്ന ഒരു കുഴലിൽ ബ്ലോക്കായി കഴിഞ്ഞാൽ അത് വലുതായി വീർത്ത് വരില്ലേ, അതേപോലെ ബലൂണിങ് എഫക്റ്റ് വന്നിട്ട് ഇത് പൊട്ടും. ഇതിന് മൈക്രോ അന്യൂറിസംസ് എന്നാണ് പറയുക. ഈ അന്യൂറിസം പൊട്ടും, കുറച്ച് കഴിഞ്ഞ് പൊട്ടിയിട്ട് ബ്ലീഡ് ചെയ്യും. അപ്പോൾ ചെറിയ ബ്ലീഡിങ് കുറച്ച് വലുതാകുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും വിഷനെയൊക്കെ എഫക്റ്റ് ചെയ്യുള്ളൂ. അതുവരെ നമുക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തോന്നില്ല. ചില ആൾക്കാരിൽ കുറച്ചൊരു സ്പോട്ടേഴ്സ് എന്ന് പറയും. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വെറുതെ നോക്കുമ്പോൾ ചെറിയ ഫോറിൻ ബോഡി ഇങ്ങനെ എന്തെങ്കിലും പറന്ന് കിടക്കുന്ന പോലെയൊക്കെ കാണാനുള്ള ഫീലിങ് അങ്ങനെയൊക്കെ വരാം. പിന്നെ കാഴ്ച മങ്ങൽ അതൊക്കെ വരാം. അപ്പോൾ എന്ത് തന്നെയായാലും പ്രമേഹ രോഗികൾ ഇങ്ങനെ ഒരു സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും എപ്പോഴും ഈ ഒരു കൊല്ലത്തിലൊരിക്കൽ കണ്ണ് ഡൈലേറ്റ് ചെയ്ത്, സാധാരണ ഈ കണ്ണട വെക്കാനുള്ള പരിശോധനയല്ല, കണ്ണ് മരുന്നൊഴിച്ച് ഡൈലേറ്റ് ചെയ്ത് റെറ്റിന എക്സാമിനേഷൻ ചെയ്തു ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്കിത് അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്ത് വിഷൻ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കണ്ണിൽ പ്രോബ്ലം വന്നു എന്നുള്ളത്. ഈ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവവും അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ കണ്ണുകളുടെ കാര്യം പറഞ്ഞ പോലെ ഒരു വൃക്കയാണെങ്കിൽ അത്രയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വൃക്കയെ എങ്ങനെയാണ് പ്രമേഹം ബാധിക്കുന്നത്? വൃക്ക രോഗമാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് പ്രമേഹ രോഗികളിൽ. ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ രക്തക്കുഴലിലുള്ള ആ പ്രോബ്ലം തന്നെയാണ് വൃക്കയിൽ ഈ ചില അവയവങ്ങൾ വളരെ കൂടുതലായിട്ട് പ്രമേഹ രോഗികൾ അഫക്റ്റ് ചെയ്യും. അതാണ് കണ്ണ്, വൃക്ക, ഹാർട്ട്, പിന്നെ കാലുകളിലെ നെർവ്സ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായി അഫക്റ്റ് ചെയ്യുന്ന ടിഷ്യൂകൾ. അപ്പോൾ ഈ വൃക്കയിൽ ഇങ്ങനെയുള്ള എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇനീഷ്യലി നമ്മളൊന്നും അറിയില്ല.
ചില ആൾക്കാർ ഇങ്ങനെ പ്രമേഹം അനിയന്ത്രിതമായിട്ട് കുറേ നാളിരിക്കുമ്പോൾ മൂത്രം പതഞ്ഞു പോകുന്നു എന്നൊക്കെയാണ് കംപ്ലയിൻറ്റ് ചെയ്യുക. വേറെ നീര് വരിക അങ്ങനെയുള്ള കംപ്ലയിൻ്റൊക്കെ വളരെ ലേറ്റർ ഓൺ, ഇപ്പം കുറേ നാൾ കഴിഞ്ഞ് പ്രമേഹം കുറേ നാൾ കഴിഞ്ഞ് ശരിക്കും വൃക്ക രോഗം തന്നെ വന്നു കഴിഞ്ഞാലേ നീര് ഇതൊക്കെ വരുള്ളൂ. അപ്പോൾ ഇനീഷ്യലി നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വൃക്ക തകരാറാവുന്നത് നമ്മൾ അറിയാതെ പോകും. അപ്പോൾ യൂറിൻ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് അത് ഇയർലി ഒരിക്കൽ എല്ലാ വർഷവും ഒരിക്കൽ നമ്മൾ മൂത്ര പരിശോധന കൊണ്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കോളുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, പറയൂ. സാറേ, ഞാൻ ഷുഗർ അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തിരുന്നു. അന്നേരം ഫാസ്റ്റിംഗിൽ 109 കാണുന്നത്. അത് 109 അല്ലേ? 109 സാർ. ഡയബറ്റീസ് ഫാമിലിയിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉള്ള ആൾക്കാരുണ്ടോ? ഫാമിലിയിൽ അച്ഛനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. കാരണം 100-ൽ താഴെയാണ് ശരിക്കും നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ 100-നും 126-നും ഇടയ്ക്ക് നമുക്കൊരു പ്രമേഹം വരാനുള്ള സാധ്യതയുള്ള ആളാണ്. അതായത് പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണ് ഫാസ്റ്റിംഗ് ഷുഗർ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ശരിക്കും ഡയറ്റ് കൺട്രോളും എക്സസൈസും ഇപ്പോഴേ തന്നെ തുടങ്ങിയാൽ നമുക്ക് കുറേ എത്രയോ നാൾ നമുക്ക് മരുന്നൊന്നും ഇല്ലാതെ തന്നെ പോകാൻ പറ്റും. പ്രമേഹത്തിൻ്റെ ജീവിതശൈലി മാറ്റം ഇതൊക്കെ അത്യാവശ്യമാണ്. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രമേഹ രോഗികളിലെ ഈ ഒരു കാല് മുറിച്ച് മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇത് ഒരു ചെറിയ മുറിവുണ്ടാകുമ്പോൾ തന്നെ ഈ പ്രമേഹ രോഗികളിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ തന്നെ അത് മുറിച്ച് മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥ എപ്പോഴും ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹ രോഗികളിൽ ഈ അനിയന്ത്രിതമായ പ്രമേഹം നമുക്കെല്ലാം അറിയാം. ഈ പ്രമേഹ രോഗികളിൽ ഇൻഫെക്ഷൻ ചാൻസ് കൂടുതലാണ്. ഏത് മുറിവുണ്ടായാലും പെട്ടെന്ന് പഴുക്കും. കാരണം ഈ ഷുഗറിൻ്റെ അളവ് കൂടുതലാകുമ്പോൾ ബാക്ടീരിയകളൊക്കെ കൂടുതലായിട്ട് വന്നിട്ട് പിന്നെ അതുപോലെ പ്രമേഹ രോഗികളിൽ പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അപ്പോൾ സാധാരണയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കാത്ത അണുക്കൾ പോലും ഈ പ്രമേഹ രോഗികളുടെ മുറിവുകളിൽ വന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ കാലിന് മുറിവ് വരുന്നത് സാധാരണ എല്ലാവരും അറിയും മുറിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പ്രമേഹ രോഗികളിൽ ചിലപ്പോൾ അറിയില്ല. കാരണം അവർക്ക് സെൻസേഷനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ മുറിവുകളൊന്നും അറിയാണ്ട് പോകും. ബ്ലഡൊക്കെ വരുമ്പോഴോ അങ്ങനെയൊക്കെ ചിലപ്പോൾ അവരറിയുന്നുണ്ടാവും. അപ്പോൾ കുറേ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള മുറിവുകളുണ്ടെങ്കിൽ പോലും പ്രമേഹ രോഗി ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. പിന്നീട് ഈ പ്രമേഹ രോഗിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു രക്തോട്ടം കുറയുന്ന ഒരവസ്ഥ, പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലർ ഡിസീസ് എന്ന് പറയും. എല്ലാ ബ്ലഡ് വെസലും ഒക്ലൂഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ശരിക്കുള്ള ശുദ്ധരക്തം ഒഴുകുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ രക്തം ഓടാതെ ഒരു സ്ഥലത്ത് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ നമുക്ക് യാതൊരു നിർവാഹമില്ല. കാരണം അതിലേക്ക് മരുന്നെത്തില്ല. നമ്മൾ ലോക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന മരുന്നല്ലാതെ നമുക്ക് മരുന്ന് കഴിച്ചാലോ ഇഞ്ചക്ഷൻ ചെയ്താലോ അവിടേക്ക് എത്തില്ല. രക്തത്തിലൂടെ വേണമല്ലോ പോകാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഇൻഫെക്ഷൻ കൂടുതലാവും. അപ്പോൾ അത് നമുക്ക് ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ആ ഭാഗം മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ രോഗിയുടെ ജീവന് തന്നെ ആപത്താകും. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കാലിൻ്റെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. എപ്പോഴും കാലിൻ്റെ പാദ സംരക്ഷണം, നമ്മൾ പ്രമേഹത്തിൻ്റെ പാദ സംരക്ഷണം വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും കാല് ഒബ്സർവ് ചെയ്യുക, വൃത്തിയായി സൂക്ഷിക്കുക, മുറിവുകൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മുറിവ് കണ്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ചികിത്സിക്കണം. ഇപ്പോൾ ഡോക്ടർ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഈ കണ്ണുകളെ ബാധിക്കുന്ന കാര്യം, അതേപോലെ വൃക്ക, അതുപോലെ ഹൃദ്രോഗ സാധ്യത, പിന്നെ ഈ കാല് മുറിച്ച് മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളല്ലാതെ മറ്റ് സങ്കീർണതകൾ എന്തൊക്കെയാണ് ഇതിലുള്ളത്? ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഹൃദ്രോഗ സാധ്യത വളരെയധികം കൂടുതൽ. ഇതൊക്കെ വരുന്നത് രക്തോട്ടക്കുറവ്. പ്രമേഹ രോഗികൾ ബ്ലഡ് വെസലിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കുമുള്ള ബ്ലഡ് ഫ്ലോ കുറയും. ഈ രക്തോട്ടക്കുറവാണ് മെയിനായിട്ടുള്ള എല്ലാ കാരണങ്ങൾക്കും. ഡയബറ്റിക് ന്യൂറോപ്പതി ഇതിനൊക്കെ കാരണം നെർവ്സിനൊക്കെയുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നത് കാരണമാണ്. ഇപ്പോൾ ഈ ന്യൂറോപ്പതി ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ബ്രെയിനിൽ ഡീജനറേഷൻ വേഗം വരാം, ഡിമെൻഷ്യ വരാം, ഡീജനറേഷൻ വന്നിട്ട് ഡിമെൻഷ്യ വരാം. അതുപോലെ ഹാർട്ടിൻ്റെ മസിൽസിനുള്ള കാർഡിയോമയോപ്പതി എന്ന രോഗം വരാം. പിന്നെ പ്രത്യേകിച്ചും പല ആൾക്കാരും കംപ്ലയിൻറ്റ് ചെയ്യുന്നത് സ്റ്റൊമക്കിൽ, അതായത് വയറിൽ വളരെ അപ്സെറ്റ് ആവും. ഫുഡ് കഴിച്ച ഉടനെ തന്നെ ചിലപ്പോൾ കക്കൂസ് പോകണം, അല്ലെങ്കിൽ കുറേ നാൾ വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുക. ഇതൊക്കെ വരുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന അവസ്ഥ, അതായത് ഡയബറ്റിക് ഗ്യാസ്ട്രോപ്പതി, വയറിന് ഡയബറ്റീസ് കൊണ്ടുള്ള ബുദ്ധിമുട്ട്. അതായത് നെർവ്സിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വയറിൻ്റെ നെർവ്സിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ്, സ്റ്റൊമക്കിൻ്റെ മൂവ്മെൻറ്റ്, ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെൻറ്റ് ഒക്കെ കുറയും. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ വയറിൽ കുറേ സ്തംഭനാവസ്ഥ, കുറേയധികം ബുദ്ധിമുട്ടുകൾ, ദഹനക്കേട്, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ വയറിന് വരും. ഒരു കോൾ കൂടിയുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിൽ എന്നാണ്. പറഞ്ഞോളൂ അനിൽ. എനിക്കിപ്പോൾ 39 വയസ്സായി. ഹലോ,
ഹലോ. പറഞ്ഞോളൂ, കേൾക്കാം. അപ്പൊ എനിക്ക് ഇപ്പൊ ഒരു 10 വർഷത്തോളമായി പ്രമേഹം ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞു. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ എന്റെ കാലിനൊക്കെ ഭയങ്കരമായിട്ട് ഒരു വേദന, ഒരു സൂചിക്ക് കുത്തുന്ന വേദന കണ്ടിന്യൂസ് ആവുന്നു. രാവിലെ ഉച്ച സമയത്തൊക്കെ ഉണ്ടാവുന്നുണ്ട്. ശരിക്കും പ്രമേഹം കൺട്രോൾഡ് ആണോ? മരുന്ന് കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാറുണ്ടോ? ഞാൻ ഈ ഒരു മാസം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി നോക്കിയപ്പോഴത്തേക്ക് ഫാസ്റ്റിംഗ് 160 ഉണ്ട്. ഓക്കെ, അത് കൺട്രോൾ അല്ല ആക്ച്വലി. ശരിക്കും നിങ്ങൾക്കൊരു ഡയബറ്റിക് ന്യൂറോപ്പതി, നെർവ്സിനെ എഫക്റ്റ് ചെയ്യുന്ന, പ്രമേഹം ഞരവുകളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എത്തി. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ പ്രമേഹം വളരെ കാര്യമായി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈ ന്യൂറോപ്പതി കാരണം നമുക്ക് ഉറക്കമില്ലായ്മ, വളരെയധികം ബുദ്ധിമുട്ടുകൾ പിന്നീട് വരാം. അപ്പോൾ ഇപ്പോൾ തന്നെ പ്രമേഹം വളരെ ശരിക്കും കൺട്രോൾ ചെയ്യണം. നമ്മൾ മരുന്നുകൾ മാത്രമല്ല, വ്യായാമം, ശരിക്കുള്ള ഭക്ഷണ ആഹാരത്തിൻ്റെ കൺട്രോൾ, ഇതൊക്കെ വേണം. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വളരെയധികം കുറയും. ഇനി കുറയുന്നില്ലെങ്കിൽ ഇതിനുള്ള മരുന്നുകൾ ഡോക്ടറെ കാണിച്ചിട്ട് കഴിക്കേണ്ടി വരും. ഇതിന് മരുന്നുകളുണ്ട്. ഇപ്പോൾ ചില പ്രമേഹ രോഗികൾ പറയുന്നത് കേൾക്കാം, ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം അമിതമായി വിയർക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഇത് ശരിക്ക് ന്യൂറോപ്പതിയുടെ ഒരു വേറൊരു അവസ്ഥയാണ്. ഒരു സിമ്പത്തറ്റിക്, 2 തരം നെർവ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. യൂഷ്വലി ഉള്ള നെർവ്സ് കൂടാണ്ട് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ വേർക്കുന്നതിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം വഴിയാണ്. അപ്പോൾ ഈ ന്യൂറോപ്പതിയുടെ ഒരു വകഭേദം തന്നെയാണിത്. അതായത് ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഈ ശരിക്കുള്ള നെർവസ് സ്റ്റിമുലേഷൻ ഇല്ലാതെ കാരണം പെട്ടെന്നുള്ള ഒരു വേർപ്പ് വരുന്നു. അത് ശരിക്കും ഡയബറ്റീസ് കൺട്രോൾ ഇല്ലാത്ത ആൾക്കാരിൽ വരുന്ന ഒരു അവസ്ഥയാണത്. ഗസ്റ്റേറ്ററി സ്വെറ്റിംഗ് എന്നാണ് അതിന് പറയുക. ഫുഡ് കഴിച്ച ഉടനെ തന്നെ പെട്ടെന്ന് ശരീരം മുഴുവനായിട്ട് വേർക്കും. അത് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഒരു വകഭേദമാണ്. സിമ്പത്തറ്റിക് നെർവ്സ് കൊണ്ടുള്ള സ്റ്റിമുലേഷൻ കൊണ്ടുള്ള ഒരു കാര്യമാണത്. ഇപ്പോൾ ഈ പ്രമേഹ രോഗികളിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിനെ ബാധിക്കുന്ന കാര്യമായാലും അല്ലെങ്കിൽ വൃക്കയൊക്കെ, അപ്പോൾ ഇതിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു സങ്കീർണതകൾ എന്തൊക്കെയായിരിക്കും? പെട്ടെന്ന് ഉണ്ടാകുന്ന സങ്കീർണതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഹാർട്ട് അറ്റാക്ക്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സങ്കീർണത. അതായത് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ അർജൻറ്റായിട്ടും എമർജൻസി പോലെ ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ വളരെയധികം പ്രമേഹം കൂടിയിട്ട് ഡയബറ്റിക് കീറ്റോസിഡോസിസ്, ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ, അതായത് കുട്ടികളുടെ പ്രമേഹത്തിലൊക്കെ ആണെങ്കിൽ ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ പ്രമേഹം വളരെയധികം കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ ഇല്ലെങ്കിൽ ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അത് എമർജൻസി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഫ്ലൂയിഡ്സും ഇൻസുലിനൊക്കെ കൊടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതുപോലെ വലിയ ആൾക്കാരിലും ഈ ഡയബറ്റിക് കോമയിലേക്കൊക്കെ പോകാം. അതൊക്കെ വളരെ എമർജൻസി പോലെ ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഷുഗർ നമ്മളിപ്പോൾ ഒരു 400-300 ലെവലിൽ ഷുഗർ ഉണ്ട്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാർ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉള്ളിൽ വെച്ചിട്ടാണ് അത് പറയുന്നുണ്ടാവുക. അതൊന്നും അവർക്ക് അറിയില്ല, കാരണം ഫീൽ ചെയ്യുന്നില്ല. സ്വന്തം ശരീരത്തിൽ വേദനയോ വേറെ പനിയോ ഒന്നും ഇല്ലെങ്കിൽ മരുന്ന് കഴിക്കണ്ട എന്നുള്ളൊരു ചിന്തയുള്ള ആൾക്കാരിൽ ഈ ഡയബറ്റീസ് അൺകൺട്രോൾഡായി പോകുന്നത് നമ്മൾ വളരെയധികം സാധാരണമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ള ആൾക്കാർ, അതായത് ഫാമിലി മെമ്പേഴ്സിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ എപ്പോഴും ഈ ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ 30-35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് പരിശോധിച്ചിട്ട് ഷുഗർ ഉണ്ടോ എന്നുള്ളത് നോക്കണം. നമുക്ക് വീണ്ടും ഒരു കോളുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ. പറഞ്ഞോളൂ. എനിക്ക് ഡയബറ്റിക് കൂടുതലുണ്ട്, 174 ഫാസ്റ്റിംഗില്. എത്ര കൊല്ലമായിട്ട് ഷുഗർ ഉണ്ട്? ഷുഗർ ഉണ്ടായിട്ട് 8 വർഷത്തോളം. 8 വർഷം. ഇൻസുലിനാണോ അല്ലെ ഗുളികകളാണോ? അല്ല, ടാബ്ലറ്റ് ഡയബറ്റിന്റെ MRC ആണ് കഴിക്കുന്നത്. 2 നേരം ഓരോന്ന് വെച്ച്. ഓക്കെ. 170 ഭക്ഷണത്തിന് ശേഷം അത് കൂടുതലാണോ? ആണോ? എന്ത് തന്നെയായാലും നല്ലവണ്ണം കൺട്രോൾ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മൾ 170, 200, 300 നിൽക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും തോന്നില്ല. പക്ഷേ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങൾക്കും അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ, സൈലൻ്റായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സൈലൻ്റ് അസുഖങ്ങൾ, സൈലൻ്റ് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതൊക്കെ നമ്മൾ അറിയാതെ വരും. അപ്പോൾ എന്ത് തന്നെയായാലും ഈ 170 എന്നുള്ളത് ഒരു 120-ൽ താഴെയെങ്കിലും വരുത്തണം. അത് മരുന്ന് കൊണ്ട്, ഗുളികകൾ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഇൻസുലിൻ വേണ്ടി വരും. അപ്പോൾ ഡോക്ടറെ തന്നെ കണ്ടിട്ട് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ നമ്മൾ വരുത്തണം. ഇപ്പോൾ ഈ ഒരു പ്രമേഹം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ കാലത്തെ പുതിയ മരുന്നുകൾ അല്ലെങ്കിൽ പുതിയ ചികിത്സാ രീതികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഈ ഒരു കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ടോ? അപ്പോൾ കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ ശരിക്കും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസിൻ്റെ ലെവൽ അറിയുക എന്നുള്ളത് തന്നെയാണ്.
സാധാരണഗതിയിൽ എല്ലാവർക്കും, ഈ ഇന്ത്യയിലുള്ള എല്ലാവർക്കും പ്രമേഹം രോഗം വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നോക്കുന്നത്. നമ്മുടെ ജീവിതശൈലി അങ്ങനെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പോലെ ഈ അധ്വാനിച്ചിട്ടുള്ള ജോലിയോ ഒന്നുമില്ല, സെഡൻറ്ററി ജോബാണ്. അപ്പോൾ ഭക്ഷണശൈലിയിലുള്ള മാറ്റം, ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രമേഹം സാധ്യത കൂട്ടുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും, ഈ ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും, വെയിറ്റ് നോർമലായിട്ടുള്ള ആൾക്കാർ ഒരു 35 വയസ്സ് 40 വയസ്സ് കഴിയുമ്പോൾ, വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ ഒരു 20-25 വയസ്സ് കഴിയുമ്പോൾ തന്നെയും നമ്മുടെ ശരീരത്തിൽ ഷുഗറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്ന് രക്തപരിശോധനയിലൂടെ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ വെയിറ്റൊക്കെ കുറച്ച് സാധാരണ ലെവലുള്ള വെയിറ്റിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പ്രമേഹം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കോളുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ സാർ. പറഞ്ഞോളൂ സാറേ, ഞാൻ പിന്നെ ട്രിവാൻഡ്രത്ത് നിന്നാണ്. സാനകുമാർ എന്നാണ് എൻ്റെ പേര്. പറഞ്ഞോളൂ. രാംകോ 47 വയസ്സായി. ഡയബറ്റിക് ഒരു 8 വർഷം കൊണ്ട് എനിക്കുണ്ട്. ഇപ്പൊ എന്റെ പ്രശ്നം ഈ ഇടയ്ക്ക് ഈ കഴുത്തിന്റെ ഈ മുഖത്തിന്റെ ഒരു സൈഡ്, ലെഫ്റ്റ് സൈഡ് ഒന്ന് ഈ കോണിപ്പോയി. ലെഫ്റ്റ് സൈഡിൽ ഈ ചുണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഓടിപ്പോയി. അതെ, അത് കിടക്കയിൽ വന്ന് രാവിലെ എണീറ്റപ്പോഴാണ് അത് കാണുന്നത്. ഇപ്പൊ അത് ജനറൽ ഹോസ്പിറ്റലില് ചികിത്സയിലാണ്, ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇടയ്ക്ക് എനിക്ക് എന്റെ പ്രശ്നം എന്ന് പറയുന്നത് നാക്കില് ഒരു പൂപ്പൽ പോലെ ഭയങ്കര ഒരു കളർ. അത് ENT കാണിച്ചായിരുന്നു. ENT സാർ കുറച്ച് ടാബ്ലറ്റ് ഒക്കെ തന്നു, അത് കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ പ്രമേഹം ഡയബറ്റിക് സംബന്ധമായി വന്നു. പ്രമേഹം കൺട്രോൾഡ് ആണോ ശരിക്കും? അതെ സാർ, 160 ഉണ്ട്. ഫാസ്റ്റിംഗ് ആണോ? ഇപ്പൊ ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുക. അത് ഇൻസുലിൻ ഡോസ് കൂട്ടണം. ചിലപ്പോൾ ഈ മുഖത്തിന്റെ കോട്ടം അതുകൊണ്ടായിരിക്കണം എന്നില്ല. അത് ഒരു നെർവിൻ്റെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ പാൾസി എന്ന് പറയും, അത് ആയിരിക്കും. അതിന് ചിലപ്പോൾ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റീറോയിഡ് മരുന്നുകളൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ പ്രമേഹം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇൻസുലിൻ്റെ ഡോസ് കുറച്ചുകൂടി കൂട്ടി പ്രമേഹം കൺട്രോൾ ചെയ്ത് വെക്കുക. ഈ നാക്കിൻ്റെ മുകളിലുള്ള ഈ ചിലപ്പോൾ പൂപ്പൽ ബാധയൊക്കെ പ്രമേഹം കൺട്രോൾ അല്ലെങ്കിലും പിന്നെ സ്റ്റീറോയിഡ് മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പൂപ്പൽ ബാധക്കുള്ള മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവും. പക്ഷേ പ്രമേഹം കുറച്ചുകൂടി നമ്മൾ നല്ലോണം കൺട്രോൾ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഏത് രോഗത്തിൻ്റെ കാര്യത്തിലായാലും ഒരു ഭക്ഷണ രീതി എന്തായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഭക്ഷണ കാര്യത്തിൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആഹാരം. ഇപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ ഈ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടി രാത്രിത്തെ ആഹാരം ഒഴിവാക്കി. അങ്ങനെയുള്ള ഒരു ഒഴിവാക്കിയിട്ടുള്ള ഒരു ആഹാര രീതി പ്രമേഹ രോഗികൾക്ക് ഒരിക്കലും പാടില്ല. എല്ലാ സമയത്തും പക്ഷേ മിതമായ അളവിൽ, പിന്നെ അധികം കൊഴുപ്പ്, കൂടുതൽ ഓയിലി ആയിട്ടുള്ള ആഹാരങ്ങൾ, ഫ്രൈ ചെയ്ത ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ മധുരമുള്ള ബേക്കറി സാധനങ്ങൾ, അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിയുന്നതും വർജിക്കുക. പിന്നെ പഴങ്ങളാണെങ്കിൽ നല്ല കൺട്രോളുള്ള ഡയബറ്റീസ് ഉള്ള രോഗികളാണെങ്കിൽ ഏതെങ്കിലും ഒരു പഴം ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് തകരാറില്ല. അപ്പോൾ ശരിക്കുള്ള ഒരു ഹെൽത്തി ഡയറ്റ്, കൂടുതലായും പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ കൂടുതൽ, ഈ ചോറ് അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ കുറച്ചിട്ട് അതൊക്കെ കഴിക്കാൻ പറ്റാത്തത് മധുര പലഹാരങ്ങൾ, കേക്ക് അങ്ങനത്തെയൊക്കെ കഴിയുന്നതും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഈ ഇൻസുലിൻ്റെ ഉപയോഗം ഏതെങ്കിലും രീതിയിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇൻസുലിൻ്റെ ശരിക്കുള്ള പാർശ്വഫലം ഒന്ന് കുത്തുമ്പോഴുള്ള വേദന, പിന്നെ ഇൻസുലിൻ്റെ വില, പിന്നെ അതുപോലെ ഷുഗർ കുറഞ്ഞു പോവുക, ഹൈപ്പോഗ്ലൈസിമിയ. ഇതല്ലാതെ ഇൻസുലിൻ കൊണ്ട് വേറൊരു കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. നമുക്കൊരു കോളുണ്ട്. ശരി, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ ഡോക്ടർ. ഞാൻ ഒരു 68 വയസ്സുള്ള പേഷ്യൻ്റാണ്. 4 കൊല്ലം മുമ്പ് ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആളാണ്. എനിക്ക് ഭക്ഷണം കഴിക്കാതെ ഗ്ലൂക്കോസ് 109 ആണ്. 109. ഓക്കെ. ഭക്ഷണം കഴിച്ചാൽ 179, 180 ഒക്കെ വരും. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഭക്ഷണം കഴിക്കാതാണ് ഇപ്പം മാത്രം നോക്കുന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് ഒരു ഗുളിക കഴിക്കുന്നുണ്ട്, ഗ്ലൂക്കോനാണ്. ഗുളികയാണ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് അല്ലേ? കഴിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരുവിധം കൺട്രോളാണ്. നിങ്ങളുടെ ഏജിനനുസരിച്ച് 110 താഴെ ഫാസ്റ്റിങ്ങും, മറ്റേതൊരു 180 വരെ വരാം, കുഴപ്പമൊന്നുമില്ല. 180 താഴെ ആഫ്റ്റർ ഫുഡ് വന്നു കഴിഞ്ഞാൽ അത് ഒരുവിധം നല്ല കൺട്രോൾ. പക്ഷേ നമ്മൾ ശരിക്കുള്ള കൺട്രോൾ ഉണ്ടോ എന്ന് നോക്കാൻ ഈ 3-4 മാസത്തിൻ്റെ ഒരു ആവറേജ് HbA1c എന്ന് പറയും, ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ, ആ ടെസ്റ്റുകൾ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. ഇടയ്ക്ക് ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും ചെയ്താൽ മതി. അത് നമ്മളൊരു 7 താഴെ കീപ്പ് ചെയ്യണം.
അത് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഷുഗർ കീപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് കുട്ടികളിലെ പ്രമേഹം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളത് പ്രമേഹത്തിൽ ബുദ്ധിമുട്ടാണ്. ചികിത്സിച്ച് കൺട്രോൾ ചെയ്യാം. നമുക്ക് കുട്ടികളിലെ പ്രമേഹമാണെങ്കിൽ ടൈപ്പ് 1 പലതരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് കുട്ടികളിൽ കൂടുതലായിട്ട് വരിക. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ ഇല്ലായ്മ, ഇൻസുലിൻ ഉണ്ടാക്കുന്ന സെൽസ് നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഇൻസുലിൻ വെച്ച് മാത്രമേ ചികിത്സിക്കാവുള്ളൂ. ശരിക്കും അത് നേരത്തെ തന്നെ നമ്മൾ ചികിത്സിക്കണം, തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചികിത്സിക്കും. പക്ഷേ ചികിത്സിച്ച് കഴിഞ്ഞാലും അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അത് ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു അവസ്ഥയല്ല, കൺട്രോൾ ചെയ്ത് വെക്കാം. എന്തായാലും മൈ ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെയധികം നന്ദി മൈ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന്. മൈ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.